നമസ്കാരം. ഇന്ന് വളരെ രുചികരമായ സോയാബീൻ കറി എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചോറിനും ചപ്പാത്തിക്കും പൊറാട്ടയ്ക്കും ഒക്കെ ഇതൊരു അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഇത് എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ആദ്യം ആവശ്യത്തിനുള്ള സോയാബീൻ എടുക്കുക. അപ്പം ഞാൻ ഇത്രത്തോളം സോയാബീനാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളം, തിളച്ച വെള്ളം തന്നെ നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി അത് അതിൽ കിടന്നിട്ട് സോഫ്റ്റ് ആവും. അപ്പോൾ നമുക്കത് അങ്ങനെ അവിടെ വയ്ക്കാം. ഇനി നമുക്ക് കറിക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ഇഞ്ചി, 2 സവാള, 1 തക്കാളി, 2 പച്ചമുളക്, കറിവേപ്പ്, മല്ലിച്ചപ്പ്, ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ആവശ്യമായിട്ട് വരുന്നത്. ഞാനിത് തയ്യാറാക്കുന്നത് മൺചട്ടിയിലാണ്. അതിനായിട്ട് ഞാൻ അടുപ്പത്തേക്ക് മൺചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി കഴിഞ്ഞാൽ അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മളിതിലേക്ക് 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായി അരിഞ്ഞെടുക്കണം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മുടെ സവാള അതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് 2 പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായി ഒന്ന് വാട്ടിയെടുക്കാം. നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി ഇതിലേക്ക് ഇടാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചെറിയ ഉള്ളി ഒന്ന് നടുമുറിച്ചിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒപ്പം നമ്മൾ മാറ്റി വെച്ചിരുന്ന വെളുത്തുള്ളി, ഇഞ്ചി ഇതൊന്ന് ചതച്ചിട്ട് ഇപ്പോൾ തന്നെ നമ്മൾ ഈ ചെറിയ ഉള്ളി ഇടുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി വാടണം. നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചിയുടെ ഒക്കെ പച്ചച്ചോയൊക്കെ ഒന്ന് മാറി കിട്ടണം. പിന്നെ ഇതൊന്ന് നന്നായി വാടി വരണം. ഇതൊരുവിധം വാടിക്കഴിഞ്ഞാൽ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കണം. അതിനായിട്ട് 1 തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു. അത് ചെറുതായി നുറുക്കിയിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് വാടി വരുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എരിവിന് ആവശ്യമായ മുളക് പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മല്ലിപ്പൊടിയും കൂടെ ആവശ്യമായിട്ടുണ്ട്. അത് നമുക്ക് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി ഒരു നുള്ള് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് 1/2 ടീസ്പൂണോളം ചിക്കൻ മസാലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. സവാള വാട്ടുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് പോരാത്തതിനുള്ള ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ടാവും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സോയാബീൻ ഇട്ട് കൊടുക്കണം. അതിനായിട്ട് നമ്മൾ ചൂടുവെള്ളത്തിൽ സോയാബീൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതൊന്ന് കഴുകിയതിന് ശേഷം നമുക്ക് വേറെ ഫ്രഷ് വെള്ളം എടുത്തിട്ട് അതൊന്ന് നന്നായി പിഴിഞ്ഞെടുക്കണം. അതിന് വേണ്ടി നമുക്ക് സോയാബീൻ എടുക്കാം. ഇനി സോയാബീൻ നമുക്ക് നന്നായി കൈകൾ കൊണ്ട് പിഴിഞ്ഞെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. സോയാബീൻ ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചത് കൊണ്ട് തന്നെ സോയാബീൻ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്.
അപ്പം നമ്മൾ സോയാബീനൊക്കെ പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ തിളച്ച് കിടക്കുന്ന ഈ ഒരു കറിയിലേക്ക് നമുക്ക് നമ്മുടെ സോയാബീൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി ചേർക്കാം. ഇനി നമ്മുടെ സോയാബീനൊക്കെ വേവാനായിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. അതിന് വേണ്ടി നമ്മൾ മൂടി വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഇത് കുറച്ച് നേരമായിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് തുറക്കുന്നുണ്ട്. നമ്മുടെ സോയാബീനൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. നല്ല സ്മെല്ലും ഇതൊന്ന് വരുന്നുണ്ട് കേട്ടോ. സ്മെല്ല് മാത്രമല്ല, നല്ല അടിപൊളി ടേസ്റ്റിയും കൂടെയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. ഇനി നമുക്ക് നമ്മുടെ എടുത്തു വെച്ചിരുന്ന മല്ലിച്ചെപ്പ് അതൊന്ന് ചെറുതാക്കി നുറുക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 2 വേപ്പിനും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഫൈനലി നമ്മുടെ സോയാബീൻ കറി റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടെയും പൊറാട്ടയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പം നമ്മുടെ രുചികരമായ സോയാബീൻ കറി റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ, ബൈ ബൈ.